നമസ്കാരം. ഇന്നത്തെ പത്രത്തിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മെർലിൻ മോനി എഴുതിയ ഒരു ഫീച്ചറുണ്ട്. ആൻറ്റിബയോട്ടിക് മരുന്നിന് മാത്രം എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. ഈ ഫീച്ചറിലൂടെ ഡോക്ടർ പറയുന്നത് രോഗാണുക്കൾ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു 2050, അതായത് 25 കൊല്ലം ഒക്കെ കഴിയുമ്പോഴേക്കും ഇപ്പോൾ ക്യാൻസർ മൂലവും റോഡ് അപകടങ്ങൾ മൂലവും മരിക്കുന്ന ആൾക്കാരെക്കാളേറെ ആൻറ്റിബയോട്ടിക് പ്രതിരോധം നേടിയ രോഗാണുക്കൾ മൂലം മരിക്കും എന്നാണ്. അതായത് നമ്മളെ വളരെ വലിയ ഒരു വിപത്ത് ആസന്നമായ ഭാവിയിൽ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർ ഇതിലെഴുതിയിരിക്കുന്നത്. ഇത് ഈ ഡോക്ടർ മാത്രം പറയുന്നൊരു കാര്യമല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് മെഡിക്കൽ സയൻസിൻ്റെ പല വിദഗ്ധരും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് രോഗാണുക്കൾ ആൻറ്റിബയോട്ടിക് പ്രതിരോധം നേടി, അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കണം എന്നത്. യഥാർത്ഥത്തിൽ ഇവർ ഈ പറയുന്നത് ശരിയാണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒന്നാമതായിട്ട്, എന്താണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾ? ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുക്കളെ കൊല്ലുന്ന ഒരു തരം വിഷം. ഏതൊരു ജീവിയെയും ഒരു മരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവോ കൊല്ലുന്നുണ്ടെങ്കിൽ നമ്മളതിനെ വിഷത്തിൻ്റെ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്, പെസ്റ്റിസൈഡിൻ്റെ കാറ്റഗറിയിൽ. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ സൂക്ഷ്മാണുക്കളെ കൊലപ്പെടുത്തുന്നുണ്ട് എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ഈ സൂക്ഷ്മാണുക്കൾ എവിടെയാണുള്ളത്? ഈ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ശരീരത്തിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ സൂക്ഷ്മാണുക്കളെ കൊല്ലാൻ വേണ്ടിയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ സൂക്ഷ്മാണുക്കളെ കൊലപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ആ മരുന്ന് പ്രവർത്തിക്കുന്നത് ഒരു വിഷത്തിൻ്റെ രൂപത്തിലാണ്. ഒരു ജീവനെടുക്കാൻ അതിന് സാധിക്കും. എത്ര ചെറിയാണോ ആയാലും ശരി, അതൊരു ജീവനാണ്. അപ്പോൾ അതിൻ്റെ ജീവനെ അതെടുക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ഈ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ശത്രുക്കളാണ്. മെഡിക്കൽ സയൻസ് അവരുടെ വ്യാപാരം കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുന്നത് അണുസിദ്ധാന്തത്തിൻ്റെ മുകളിലാണ്. അതായത് അണുക്കൾ രോഗമുണ്ടാക്കുന്നു എന്നാണ് അവർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളം തിളപ്പിച്ച് കുടിക്കണം, കൈ കഴുകണം, സോപ്പിട്ട് കഴുകണം, മാസ്ക് കെട്ടണം മുതലായ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സത്യം? സത്യം ഇതാണ്: നമ്മൾ ജീവിക്കുന്നത് തന്നെ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ മാത്രമാണ്. നമ്മുടെ വ്യക്തിത്വം മുതൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി മുതൽ അങ്ങോട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതും ശരിയായ രീതിയിൽ നടത്തുന്നതും നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള കോടിക്കണക്കിന് അമീബകളും വൈറസുകളും ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ്. അപ്പോൾ ഇവയുടെ ആരോഗ്യം എത്ര കണ്ട് ശക്തമായിട്ടിരിക്കുന്നോ അത്ര കണ്ട് നമ്മുടെ ആരോഗ്യവും നമ്മുടെ പേഴ്സണാലിറ്റിയും ശക്തമായിട്ടിരിക്കും. നമ്മുടെ കുടലിൻ്റെ ഉള്ളിലുള്ള ഈ ബാക്ടീരിയകളുടെ അല്ലെങ്കിൽ ഈ ഫംഗസുകളുടെ സൂക്ഷ്മാണുക്കളുടെ സമുച്ചയത്തെയാണ് ഗട്ട് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ രോഗം വന്നു, അതൊരു രോഗാണു ഉണ്ടാക്കുന്നതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ആൻറ്റിബയോട്ടിക് നമ്മുടെ വയറ്റിലേക്ക് ചെന്ന് അവിടെ നമ്മുടെ സഹായത്തിനായിട്ട് വർത്തിക്കുന്ന ഇവർ ഈ പറയുന്ന രോഗാണുക്കൾ ഉണ്ടെന്ന് വെക്കുക. രോഗാണുക്കൾ നമ്മുടെ വയറ്റിൽ ഉണ്ടെന്ന് വെക്കുക. എന്നാൽ അതിനേക്കാളേറെ നമ്മുടെ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന സൂക്ഷ്മാണുക്കൾ ശതകോടിക്കണക്കിന് സഹസ്രകോടിക്കണക്കിന് നമ്മുടെ ഉദരത്തിലുണ്ട്. ആൻറ്റിബയോട്ടിക്കിന് രോഗാണുവിനെ മാത്രം തിരിച്ചറിയാനുള്ള കഴിവില്ല. കീമോ കൊടുക്കുമ്പോൾ ക്യാൻസർ കോശങ്ങളെ മാത്രം കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ കീമോയ്ക്കറിയില്ല. അത് എല്ലാ കോശങ്ങളും നശിപ്പിക്കും. കൂട്ടത്തിൽ ക്യാൻസർ കോശങ്ങൾ നശിച്ചേക്കും എന്ന് പറഞ്ഞതുപോലെ ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക് ചെന്നിട്ട് കൃത്യമായിട്ട് രോഗാണുവിനെ കണ്ടിട്ട് അതിൻ്റെ തലയ്ക്ക് അരടി കൊടുത്ത് അതിനെയല്ല കൊല്ലുന്നത്, മറിച്ച് അതിൻ്റെ മുമ്പിൽ വന്നുപെടുന്ന എല്ലാ അണുക്കളെയും ആൻറ്റിബയോട്ടിക് നശിപ്പിക്കും. ഇങ്ങനെ ആൻറ്റിബയോട്ടിക് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന നല്ല അണുക്കളെയും നശിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ആരോഗ്യം നശിക്കും. നമുക്ക് പലതരത്തിലുള്ള രോഗമുണ്ടാകും. ഞാൻ കേട്ടിരിക്കുന്നത് ആൻറ്റിബയോട്ടിക് ചെന്നിട്ട് നമ്മുടെ വയറിനുള്ളിലെ നല്ല അണുക്കളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നശിച്ചു പോയ അണുക്കളെ പിന്നീട് ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഏതെങ്കിലും രോഗത്തിന് നമ്മൾ അടിപ്പെടും. നമ്മുടെ ഓരോരോ ഫങ്ഷനും നിയന്ത്രിക്കുന്നത് ഈ സൂക്ഷ്മാണുക്കളാണ്.
അപ്പോൾ നമ്മുടെ ഏത് ഭാഗത്ത് ഏത് പ്രവർത്തനത്തിന് തടസ്സം വരുന്നുണ്ടോ നമ്മൾ മനസ്സിലാക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്ത് ആൾക്കാരുടെ ആരോഗ്യം നശിക്കുകയും അവർ രോഗത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇവർ ഈ പുതിയ സിദ്ധാന്തവുമായിട്ട് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ആൻറ്റിബയോട്ടിക്കുകൾ ചെന്നിട്ട് നമ്മുടെ വയറിൻ്റെ ഉള്ളിലെ നല്ല ബാക്ടീരിയകളെയും വൈറസുകളെയും അമീബകളെയും ഫംഗസുകളെയും ഒക്കെ നശിപ്പിച്ചത് കൊണ്ട് നമുക്ക് പ്രശ്നമുണ്ടായെന്നല്ല പറയുന്നത്, മറിച്ച് രോഗാണുക്കൾ അതിനെതിരെ പ്രതിരോധശേഷി നേടിയതുകൊണ്ട് ആ രോഗാണുക്കൾ നമ്മളെ ആക്രമിച്ച് രോഗമുണ്ടാക്കുന്നു എന്നാണ്. ഈ ഡോക്ടർ ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ആ ഡോക്ടർ തന്നെ അറിയാതെ വളരെ വലിയൊരു സത്യം, ഈ മെഡിക്കൽ സയൻസിൻ്റെ മരുന്നുകൾ ചെയ്യുന്ന വളരെ വലിയൊരു സത്യം പറഞ്ഞിരിക്കുകയാണ്. ആൻറ്റിബയോട്ടിക്കും മറ്റ് മരുന്നുകളും, പാരസെറ്റമോൾ ഉൾപ്പെടെയുള്ള മരുന്നുകളും ആൻറ്റിബയോട്ടിക്കുകളും തമ്മിൽ എന്താണ് വ്യത്യാസം? പനിയുടെ കാര്യമെടുക്കാം. ഏതെങ്കിലും തരത്തിലുള്ള അണുബാധയാകാം പനിക്ക് കാരണം. അണുബാധയോടനുബന്ധിച്ച് ശരീരം പൈറജിനുകളെ ഉത്പാദിപ്പിക്കും. ഇവ മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസിലെത്തി ശരീരത്തിൻ്റെ താപനില പുനഃക്രമീകരിക്കുന്നതാണ് പനിയായിട്ട് അനുഭവപ്പെടുന്നത്. പൈറജിനുകളെ ഇല്ലാതാക്കാനാണ് പാരസെറ്റമോൾ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നത്. എന്നാൽ പൈറജിനുകളുടെ ഉത്പാദനത്തിന് കാരണമാകുന്ന അണുക്കളെ തന്നെയാണ് ആൻറ്റിബയോട്ടിക്കുകൾ നശിപ്പിക്കുക. ഇതെഴുതിയ ഡോക്ടർ അറിയാതെ ഒരു വലിയ സത്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതായത് നമുക്ക് പുറത്തുനിന്നും ഇവർ പറയുന്നതനുസരിച്ച് അണുബാധ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരെ പൈറജിനുകളെ ഉത്പാദിപ്പിക്കും. ഈ പൈറജിനുകളെ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സൂക്ഷ്മാണുക്കളാണ്. ഈ അണുക്കൾ പൈറജിനുകളെ ഉത്പാദിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റം വരുത്താനാണ്. ഈ ടെമ്പറേച്ചറിൽ മാറ്റം വരുന്നത് എന്തിനാണ്? നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള അണുക്കളെ, അതായത് രോഗത്തിന് കാരണമാകുന്ന അവസ്ഥ എന്തു തന്നെയായാലും ശരി, അണുക്കൾ എന്നല്ല ഞാനിതിനെ വിളിക്കുന്നത്, ഞാനിതിനെ ടോക്സിൻ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ കടന്നിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ടോക്സിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ശരീരം തന്നെ ഉത്പാദിപ്പിക്കുന്നതാണ് ടെമ്പറേച്ചർ. ശരീരം തന്നെയാണ് ആ സമയത്ത് നമുക്ക് ആഹാരത്തോട് വിരക്തി തോന്നിപ്പിച്ച് സമ്പൂർണ്ണമായ വിശ്രമം ആവശ്യപ്പെടുന്നത്. പനി വരുമ്പോൾ നമ്മൾ ആരും പറയാതെ തന്നെ വിശ്രമിക്കുന്നത് അത് ശരീരത്തിൻ്റെ തീരുമാനമായതുകൊണ്ടാണ്. അപ്പോൾ ശരീരത്തിലെ നല്ല അണുക്കൾ ഉണ്ടാക്കുന്ന പൈറജിനുകൾ, നിങ്ങൾ പൈറജിനുകളെക്കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കണം. പൈറജിനുകളെ ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. ശരീരം പൈറജിനുകളെ ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നുള്ള ടോക്സിനുകളെ ഇല്ലാതാക്കാനാണെങ്കിൽ ഈ ഡോക്ടർ പറയുന്നത് നിങ്ങൾ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ ശരീരമുണ്ടാക്കിയ ഈ പൈറജിനുകളെ അവ നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നിട്ടുള്ള ടോക്സിൻ ഇല്ലാതാക്കാൻ ശരീരം ശ്രമിക്കുമ്പോൾ ആ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തി അതിനുവേണ്ടി ശരീരമുണ്ടാക്കിയ പൈറജിനുകളെ ഈ പാരസെറ്റമോൾ പോലെയുള്ള ഗുളികകൾ നശിപ്പിച്ച് കളയുമെന്നാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിന് ആ ടോക്സിൻ നശിപ്പിക്കാൻ പറ്റാതെ വരിക. ശരീരം അതിനുവേണ്ടി ഉണ്ടാക്കിയ പൈറജിനുകളെ പാരസെറ്റമോൾ നശിപ്പിക്കുമ്പോൾ ശരീരത്തിന് പനിക്ക് കാരണമായ ആ ടോക്സിനെ നശിപ്പിക്കാൻ പറ്റാതെ വരുന്നു. ആൻറ്റിബയോട്ടിക് ഒരു പടി കൂടി കടന്നാണ് പ്രവർത്തിക്കുന്നത്. ആൻറ്റിബയോട്ടിക്കുകൾ ചെന്നു കഴിഞ്ഞാൽ ഈ പൈറജിനുകൾക്ക് കാരണമായ അണുക്കളെ തന്നെ, ഏത് അണുക്കളാണോ പൈറജിനെ ഉണ്ടാക്കിയത് അവയെ തന്നെ ആൻറ്റിബയോട്ടിക് നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം മറികടക്കാൻ ശ്രമിച്ച ഒരു പ്രശ്നം മറികടക്കപ്പെടാതെ അവിടെ നിൽക്കും. ഈ രോഗിയുടെ ശരീരത്തിലേക്ക് കടന്നിട്ടുള്ള അണുവായാലും ടോക്സിനായാലും അത് നശിപ്പിക്കപ്പെടാതെ അവിടെ കിടക്കും. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇയാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ട് സംശയിക്കാം, പുറത്തേക്ക് പോകാതെ കിടക്കുന്ന ഈ ടോക്സിനുകളാണ് അല്ലെങ്കിൽ ഈ അണുക്കളാണ് പിന്നീട് മറ്റ് പല രോഗങ്ങളുമായിട്ട്, ഒരുപക്ഷെ ക്യാൻസർ പോലെയായിട്ട് പോലും മാറുന്നത്. കാരണം ടോക്സിൻ പുറത്തു പോകാനുള്ളതാണ്. പുറത്തു പോകാൻ ശരീരം ഒരു നടപടിയെടുക്കുമ്പോൾ ആ നടപടിയെ ആൻറ്റിബയോട്ടിക്കും പാരസെറ്റമോളും തടസ്സപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് ഈ ഡോക്ടർ എഴുതിയിരിക്കുന്നത്. അത് ഡോക്ടർക്കും അറിയാം. അപ്പോൾ ഈ അണുസിദ്ധാന്തത്തിൻ്റെ പേരിൽ മെഡിക്കൽ സയൻസ് ദശകങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വലിയ ഒരു അബദ്ധമാണ് അണുക്കളെ നശിപ്പിക്കാൻ എന്ന പേരിൽ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളും പാരസെറ്റമോൾ പോലെയുള്ള ഗുളികകളും. നമ്മളോടൊരിക്കലും നമ്മുടെ ശരീരത്തിനുള്ളിലെ നല്ല വൈറസുകളെക്കുറിച്ചോ ബാക്ടീരിയകളെക്കുറിച്ചോ ഇവർ പറയാറില്ല. ഇവരെപ്പോഴും നമ്മുടെ മനസ്സിൽ അണുക്കളെക്കുറിച്ച് ഭീതി ജനിപ്പിച്ച്
അണുക്കളെല്ലാം നമ്മളെ കൊല്ലാൻ വേണ്ടി നടക്കുന്നവയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാൽ തുടർച്ചയായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം മൂലം നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധശേഷി ഗണ്യമായിട്ട് നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവ് വന്നപ്പോൾ അത് ജനങ്ങളെ വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം മറ്റൊരു തരത്തിൽ ഭീഷണിപ്പെടുത്താനാണ് ഇപ്പോഴും ഇവർ ശ്രമിക്കുന്നത്. അതായത് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ റെസിസ്റ്റൻസ് നേടിയിട്ടുള്ള രോഗാണുക്കൾ നാളെ നമ്മളെ കൂട്ടമായിട്ട് ആക്രമിക്കുമെന്നും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ടും അഥവാ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഫലമുണ്ടാകാത്തത് കൊണ്ടും ഒരുപാട് മരണങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഇവർ പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഡോക്ടർ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുമുണ്ട്. നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ, ആൻറ്റിബയോട്ടിക്കുകൾ ഇനി ഉപയോഗിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാർക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് പ്രതിരോധമാണ് ഏറ്റവും നല്ലത് എന്ന് ഡോക്ടർ പറയുന്നു. എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? മറ്റേ വഴി തന്നെ, വാക്സിൻ കൊടുത്ത് ആൾക്കാരിൽ പനി തടയുക, എല്ലാ രോഗങ്ങളും വാക്സിൻ കൊടുത്ത് തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ കച്ചവടം ഒരു ഭാഗത്ത് കുറഞ്ഞാൽ അത് വാക്സിൻ്റെ കച്ചവടത്തിലൂടെ നികത്തണം എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ യഥാർത്ഥ ആരോഗ്യത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള ചിത്രമാണ് മോഡേൺ മെഡിക്കൽ സയൻസ് തുടക്കം മുതൽ തന്നെ തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉദരത്തിനുള്ളിലെ നല്ല വൈറസുകളും നല്ല ബാക്ടീരിയകളും നല്ല അണുക്കളുമാണ് നമ്മുടെ ആരോഗ്യത്തെ സമ്പൂർണ്ണമായിട്ട് നിശ്ചയിക്കുന്നത് എന്നുള്ള സത്യം ആരോടും പറയാതെ എപ്പോഴും അണുക്കളും അതുപോലെ തന്നെ അമീബകളും മറ്റും നമ്മുടെ ശത്രുക്കളാണെന്നും അവ നമ്മെ കൊല്ലാനായിട്ട് നടക്കുന്നതാണെന്നും ഇവയാണ് രോഗമുണ്ടാക്കുന്നതെന്നും പരക്കെ പ്രചരിപ്പിച്ച് അങ്ങനെ ഒരു വിശ്വാസം ശാസ്ത്രത്തിൻ്റെ പേരിൽ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കണം. രോഗാണുക്കളാണ് രോഗമുണ്ടാക്കുന്നതെങ്കിൽ ഈ കൊറോണ പോലെയുള്ള മഹാമാരി വന്നപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ ആൾക്കാർക്കും പ്രശ്നമുണ്ടാകുന്നത്? 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഏതാണ്ട് 4-5 കോടി ആൾക്കാർക്ക് മാത്രമാണ് കൊറോണ ബാധിച്ചതെന്ന് സർക്കാർ കണക്ക് പറയുന്നു. എന്ന് പറഞ്ഞാൽ 135 കോടി ജനത്തിനും പ്രശ്നമുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ 140 കോടിയിൽ 10 കോടി പേർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ 5 എന്നുള്ളത് 5 കൂടെ കൂട്ടി 10 കോടി ആക്കിയാലും ശരി, 10 കോടി ആൾക്കാർക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. 130 കോടി ജനങ്ങൾക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 130 കോടി ജനങ്ങളെ എന്തുകൊണ്ട് ഈ അണുവിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല? അണുവാണ് രോഗമുണ്ടാക്കുന്നതെങ്കിൽ 140 കോടി ജനത്തിന് ഒരുപോലെ ഉണ്ടാവണം. എന്നാൽ അവരിൽ മൃഗീയ ഭൂരിപക്ഷത്തിനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രോഗമുണ്ടാക്കുന്നത് അണുവല്ല, മറിച്ച് മറ്റെന്തോ ആണ് എന്നുള്ളത് സ്പഷ്ടം. ആ മറ്റെന്തോ എന്താണ്? ആ മറ്റെന്തോ എന്നുള്ളത് ഓരോരോ വ്യക്തികളുടെയും ആരോഗ്യത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ്. ശരിയായ ആരോഗ്യമുള്ള വ്യക്തിക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല, അഥവാ ഉണ്ടായാലും ശരി അയാൾ അതിനെ നിസ്സാരമായിട്ട് മറികടക്കുന്നു. എന്നാൽ ആരോഗ്യ തകർച്ചയുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അവർക്കാണ് കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ അവിടെ സർക്കാർ ശ്രദ്ധിക്കേണ്ട എന്താണ്? എന്തുകൊണ്ട് ഈ വ്യക്തികൾക്ക് ഈ രോഗമുണ്ടായി? അണുക്കളുണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥ കാരണത്തിലേക്ക് പോകില്ല. ഈ വ്യക്തികളുടെ ആരോഗ്യം തകരാൻ എന്താണ് കാരണം? അത്തരം വ്യക്തികളെ കണ്ടെത്തി അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ജീവിതശൈലി ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് എന്തുകൊണ്ട് അവർക്കത് ഉണ്ടായി എന്നുള്ളത് നിസ്സാരമായിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അവയെ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ അണുവിനെ പഴിചാരി അണുവിലൂടെ കോടിക്കണക്കിന് പണമുണ്ടാക്കുന്ന ബിസിനസ്സിന് ചൂട്ടുപിടിക്കില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ആധുനിക കാലത്ത് എല്ലാ സർക്കാരുകളും പ്രവർത്തിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. കാരണം അവർ നിലനിന്നെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ എന്നവർ ചിന്തിക്കുന്നു. ആൾക്കാരെ കൊല്ലുന്ന ബിസിനസ് ആയാലും ശരി, അതിന് സർക്കാരുകൾ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് വികസനത്തിൻ്റെ പേരിലാണ്. അവരൊക്കെ വളർന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ ആൾക്കാർക്ക് ജോലി കിട്ടുകയുള്ളൂ. പക്ഷേ ഈ ജോലി കിട്ടുന്ന ആൾക്ക് ആരോഗ്യമില്ലെങ്കിൽ ആ ജോലി കൊണ്ട് എന്താണ് പ്രയോജനം? മിനിമം മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ബിസിനസ്സിലെങ്കിലും സർക്കാർ ഈ വികസന നയം എടുത്തു കളയണം. ആരോഗ്യത്തിന് പ്രാമുഖ്യം കൊടുക്കണം. ആരോഗ്യ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗ സെക്ടർ ആകാൻ പാടില്ല, അത് ആരോഗ്യ സെക്ടർ തന്നെ ആയിരിക്കണം എന്ന് നമ്മുടെ സർക്കാരിൻ്റെ അമരത്തിരിക്കുന്നവർ ചിന്തിക്കുന്നു. അന്ന് മാത്രമേ തെറ്റായിട്ടുള്ള ആരോഗ്യ പ്രചരണങ്ങൾ നമ്മുടെ ഈ ലോകത്ത് ഇല്ലാതാവുകയുള്ളൂ. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ, അതായത് ദശകങ്ങളായിട്ട് ആൾക്കാർക്ക് വാരിക്കോരി കൊടുത്തുകൊണ്ടിരുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ആൾക്കാർക്ക് പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ട് ഇപ്പോൾ അവർ അത് അംഗീകരിച്ച് പറയുന്നത് മറ്റൊരു ഭാഷ്യമാണെങ്കിലും ഇത്തരത്തിൽ ഏതെല്ലാം മരുന്നുകളും ഏതെല്ലാം ഗുളികകളും ആൾക്കാർക്ക് ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് തിരിച്ചറിഞ്ഞ് ആരോഗ്യം നശിപ്പിക്കുന്ന മരുന്നുകളും
ആരോഗ്യം തകർക്കുന്ന ചികിത്സാ രീതികളും ഇല്ലാതാക്കണം എന്ന് സർക്കാരും മോഡേൺ മെഡിക്കൽ സയൻസും ഒന്ന് തീരുമാനിച്ചാൽ ഒരിക്കലും അവരങ്ങനെ തീരുമാനിക്കില്ല. അങ്ങനെ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വലിയ ബിസിനസ് ദുരന്തമാണ്. ആരോഗ്യ മേഖലയിലേക്ക് പണം ഇറക്കിയിട്ടുള്ള ഒരുപാട് പേർക്ക് കോടിക്കണക്കിന് പണം നഷ്ടപ്പെടും. അവർക്ക് പണം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ തന്നെ പോകും എന്നാണ് എൻ്റെ തോന്നൽ. മാറ്റം എപ്പോഴെങ്കിലും വന്നേക്കാം. താങ്ക് യു.